ജെഡിഎസ് നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ച് പ്രത്യേക അന്വേഷണ സംഘം. നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടാണ് കത്ത്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് പ്രജ്വൽ രേവണ്ണ 6 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തെന്ന് കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ മൗനം ഭേദിച്ചത് നമ്മൾ കണ്ടു. അതേപോലെ കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ HD കുമാരസ്വാമി അല്പമെങ്കിലും സ്നേഹം അദ്ദേഹത്തിന് HD ദേവഗൌഡയോടും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോടുമുണ്ടെങ്കിൽ എത്രയും വേഗം തിരികെ വന്ന് നിയമ നടപടികൾ നേരിടണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത്, നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന പേരിലൊരു കത്ത് അയച്ച് പ്രത്യേക അന്വേഷണ സംഘം, വിശദാംശങ്ങൾ. കൃഷിന, തീർച്ചയായും പ്രജ്വൽ രേവണ്ണയെ പിടികൂടുന്നതിന് വേണ്ടി പല ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. അത് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി, അതിനുശേഷം ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രജ്വലിനെ വിദേശത്ത് വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാൽ പ്രജ്വലിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. നേരത്തെ തന്നെ ഈ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് യാത്ര ചെയ്തതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക്, അതായത് ഈ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ തുടർ നടപടികളൊന്നും കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അന്വേഷണത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് വന്ന് നിലനിൽക്കുന്നത്. കാരണം ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ള അതിൽ ഉൾപ്പെട്ട ഇരകൾ ഇതിൽ കൃത്യമായി പരാതി നൽകാനോ കൃത്യമായി മൊഴി നൽകാനോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നതാണ് SIT വിലയിരുത്തുന്നത്. പ്രജ്വൽ രേവണ്ണയെ പിടികൂടി ഇതിൽ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ എന്തെങ്കിലും അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് SIT വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രജ്വലിനെ നാട്ടിലെത്തിക്കാൻ പിടികൂടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ നയതന്ത്ര പാസ്പോർട്ട് പ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ കത്തയച്ചിട്ടുള്ളത്. അത് എങ്ങനെ കേന്ദ്ര സർക്കാർ അതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ തവണ, അതായത് സിദ്ധരാമയ്യ അയച്ച കത്തിനുള്ള മറുപടി പോലെ തന്നെ നിലവിൽ ഈ നയതന്ത്ര പാസ്പോർട്ട് ഉടൻ റദ്ദാക്കാനുള്ള സാധ്യത കാണുന്നത്. കാരണം JDS BJP സഖ്യമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നതാണ് പൊതുവെ വിലയിരുത്തുന്നത്. ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.